ഇതെല്ലാം കുറുക്കന്റെ സന്തതികളാ. ഒരു രൂപയും തരും 10 രൂപ കോലും പോവും. ചാവങ്ങള് വലിയ കഷ്ടമാണ് എന്തായാലും. എടാ ആ പിറ്റൊന്നും കൂടെ എടുത്ത് ഒന്നിട്ട് കൊടുക്കട്ടെ. ഇല്ല കസാലയൊക്കെ തല്ലി പൊളിച്ചു. ഏത് പിറ്റാ വേണ്ടത്? ആ തെലുങ്ക് നാടിയില്ലേ വിജയമോഹിനി, അവളുടെ കുളി. ഇത് അവളുടെ തന്നെ. അതായത് പെട്ടെന്ന് റീല് കേട്ടത്, അതായത് റീല് കേട്ടത് ഓടിച്ചിന്ന് വേളം വെച്ച് കേട്ടില്ലേ. വിജയമോഹിന്റെ അമ്മന്റെ കുളി. ജനങ്ങൾക്ക് കുളി മതി, ചോറ് വേണ്ട. കണ്ടോട്ടെ, പയർ നിറയും കണ്ടോട്ടെ. ഇത് പിടിയടാ. എവിടെ ഇതിന്റെ ഓട്ടാ? എന്താ ആക്കാൻ ഇവർ കുളിച്ചും കണ്ടാ പോരെ? എന്റെ സ്ഥല ഏതാണ്ട് സംഭവം മാറിപ്പോയി. ഇത് വിജയമോഹനയുടെ കുളിശയിലല്ല, ഇത് കുമാരസമ്പത്തിന് മുറിച്ചെടുത്ത് പിറ്റാണ്. അയ്യോ ആശാനെ ബിറ്റ് മാറിപ്പോയി. കഴിഞ്ഞ ഇതൊക്കെ നോക്കി തരണ്ടേ ശവമേ. നാട്ടുകാരുടെ തല്ലി ഞാൻ കൊറന്ന് ഓഫിയാണ് സ്വിച്ച് സ്വിച്ച് ഓഫ്. അയ്യോ നോക്കടാ, നമ്മുടെ ഓർഡിനൻസ് എത്ര ഡീസന്റുള്ള പാർട്ടീസാ നോക്ക്. ആവശ്യമുള്ളത് കിട്ടിയപ്പോ ഒരനക്കൂല്ല. ചാപങ്ങള് മാറ്റിന് ഇത്ര വേഗം കഴിഞ്ഞോ? മാറ്റിന് കഴിഞ്ഞൊന്നുമല്ല, വിറ്റ് കണ്ടു കഴിഞ്ഞപ്പോ ആളിറങ്ങി പോകുന്നതാ. വൃത്തികെട്ടവന്മാര്. എന്നാ യോമാർക്ക് നല്ല സിനിമ കാണണം എന്നുള്ളതല്ല. എനിക്കും കൂടെ ഇന്ന് തന്നെ ബിറ്റ് കാണാനുള്ള ഏർപ്പാടുണ്ടാക്കി തരൂ. വൃത്തികെട്ടവാ. പാപ്പിച്ചേട്ടോ എല്ലാ സാൻകുട്ടിയാ ഇക്കള് കൂട്ടും പെണ്ണെങ്ങനെയാ? പെണ്ണുങ്ങളാ പ്രിഞ്ച് കുഴപ്പമില്ല. എത്ര ബിറ്റുണ്ട്? ബിറ്റൊക്കെ കാണിക്കാൻ ആവശ്യത്തിന് തരാവടേ. എവിടെ നിന്ന് കിട്ടി ഈ കോന്തപ്പനെ? കോന്തപ്പനല്ല, എന്റെ കൂട്ടുകാരനാ. റെപ്രസെന്റേറ്റീവ് പണി പഠിക്കാൻ കൂടിയിരിക്കാ. ഇത് പാപ്പിച്ചേട്ടൻ ഓപ്പറേറ്റർ. ഇത് കൃഷ്ണൻകുട്ടി. ഹലോ. നീ ചുറ്റടാ. ഈ ചേട്ടനാണ് ബിറ്റ് ഓടിക്കുന്നത്. അല്ല, വേഷം കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടാ, ഞാൻ ഈ ദ്വാരത്തിൽ കൂടെ ഒന്ന് സിനിമ കണ്ടോട്ടെ. ദ്വാരത്തിൽ കൂടെ സിനിമ ഉണ്ടോ? പക്ഷെ അവിടെ ഇവിടെ നിന്ന് കയറി പിടിക്കില്ല കേട്ടാ. കണ്ട, ഇത് തനി നാട്ടുമ്പോഴാണല്ലോ. മാറ്റിന് കഴിയാറായി. ഇതിൽ ആശ്രയില്ലാണ്ട് ഇപ്പൊ കഴിയും. നമ്മുടെ ആ ദാക്ഷാണിച്ചെടുത്ത മോളില്ലേ ലീല, അവളിപ്പോ വരാറില്ലേ? നമ്മളെ രാവണമൂസില്ലേ മത്തായി, അവന്റെ ഗീപ്പ സുഖായിരിക്കുന്നു. എന്താണ് ഇത്? ചന്തല്ല കേട്ടാ. കൊണ്ടപ്പം പോ. എന്നാ ഭക്ഷണക്ക് വരാം. നീ ഇങ്ങോട്ട് വന്ന ഞങ്ങളാ മാനേജർ ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ നീ കൊണ്ട് നടക്കാം. അങ്ങനെ നടക്കണ്ട കേട്ടാ. നല്ല ആളിന്റെ അടുത്താ പണി പഠിക്കാൻ വന്നിരിക്കുന്നേ. കൊമ്പനാനയുടെ അച്ഛന് അണ്ടർവെയർ ഇടിപ്പിക്കുന്നവനാ ഇവൻ. ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ച് നോക്ക്. ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്ക് അവിടെ. അല്ലടാ ഗോപി? പിന്നെ യവനേക്കാൾ എനിക്ക് നാട്ടിൽ ഭയങ്കര പേരാ. രണ്ടിനെയും കണ്ടിട്ട് പാച്ചുവും ഗോപാലിനും പോലെ ഉണ്ടല്ലോ. ഫോട്ടോ കാർഡ്സ് ഒന്നും കൊണ്ടുവന്നില്ലേ? ആ പെട്ടിക്കകത്തുണ്ട്. അതവിടെ വെച്ചോണ്ടിരിക്കുക. അതുകൊണ്ടൊന്നും ഇവിടെ തൂക്ക്, നാലാള് കാണട്ടെ. എന്താണ് ചായ കുടിക്കാൻ വരുന്നത്? ഈ സമയത്ത് ആരെങ്കിലും ചായ കുടിക്കുവോ? എന്നാ ചായ അടിക്കാൻ നിന്റെ കാശുണ്ടോ? കാശ് ഇല്ല. ഇല്ല. നീ വാടേ. ഞങ്ങൾ ആ ഫോട്ടോ കാർഡ്സ് എടുത്ത് തൂക്കട്ടെ. വാ.
എന്താ വേണ്ട, ഈ നോട്ടുകളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വന്നു. ഇതിലെന്തോ ഗുരുമാലുണ്ട്. നമുക്കിത് ഉടനെ ഇവിടെ നിന്ന് മാറ്റണം. പാപ്പിച്ചേട്ടനോ മറ്റാ കണ്ടാലോ? അമ്മമാര് ചായ കുടിച്ച് വരുന്നതിന് മുമ്പ് നമുക്ക് പെട്ടി ഇവിടെ നിന്ന് മാറ്റണം. എങ്ങോട്ട് കൊണ്ടുപോകാനാ? ഈ തിയേറ്ററിന്റെ പുറയിൽ റെപ്രസെന്റേറ്റീവ്സും കിടക്കാനുള്ള ഒരു മുറിയുണ്ട്, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. തുറക്ക്. ഇത് ഒറിജിനൽ നോട്ടാണോ കള്ള നോട്ടാണോ? ഇത് ഒറിജിനലാ. കള്ളനോട്ടാണെങ്കിൽ എല്ലാം പുതിയതായിരിക്കും. ഇതെങ്ങനെ ഇതിന്റെ അകത്ത് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ പറയട്ടെ, ഇത് റിസർവ് ബാങ്കിൽ നിന്ന് ഏതെങ്കിലും ബാങ്കിലോട്ട് കൊണ്ടുപോകുന്ന വഴി പെട്ടി മാറിപ്പോയതായിരിക്കും. ഒന്ന് പോരാടണം. റിസർവ് ബാങ്കിൽ ഫിലിം പെട്ടിക്കകത്തല്ലേ നോട്ട് കൊണ്ട് പോകുന്നത്. കൃഷ്ണക്കണിയാർ എഴുതി വെച്ച എത്ര ശരിയാ. എന്താ? എനിക്കിപ്പോ ശുക്രദശയാണെന്ന്. കൃഷ്ണക്കണിയാർ എഴുതി വെക്കാത്തൊരു കാര്യം കൂടിയുണ്ട്, എനിക്ക് കണ്ടകശനിയാണെന്ന്. എടാ, ഇത് കള്ളപ്പണമായിരിക്കും. പെട്ടി മാറിപ്പോയതാകാനാണ് സാധ്യത. ആ ബസിന്റെ മുകളിൽ വേറെ വല്ല ഫിലിം പെട്ടി ഉണ്ടായിരുന്നോ? ശരിയാണ്, ആ ബസിന്റെ മുകളിൽ വേറൊരു ഫിലിം പെട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടി മാറി തന്നെ. നമ്മുടെ എക്ലിയൂട്ടും പെണ്ണ അവന്മാർക്ക് കിട്ടും. അപ്പൊ നാളെ ഇക്ലികൂട്ടും പെണ്ണെങ്ങനെ കളിക്കും? ഞാനാണെങ്കിൽ അത് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം. അല്ല, അവന്മാർ ഈ പെട്ടിക്ക് വേണ്ടി ഈ റൂട്ടിലുള്ള തിയേറ്ററുകൾ മുഴുവൻ കയറി ഇറങ്ങുന്നുണ്ടാവും. ഇവിടെയും വരാതിരിക്കില്ല. അയ്യോ, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് പുറത്തിറങ്ങി അന്തരീക്ഷമൊക്കെ നോക്കിയിട്ട് വരാം. വാ. പണത്തിന്റെ ആൾക്കാരെന്ന് തോന്നുന്ന ആരെയും കാണുന്നില്ലല്ലോ. നിനക്കെന്താ ഇടി കൊള്ളാൻ ധൃതിയായോ? ഇത് അവന്മാരാണോ എന്ന് എനിക്കൊരു സംശയം. എങ്കിലും അവന്മാരുടെ ഇക്ലികൂട്ടും പെണ്ണ് കണ്ടേ. നീ ഒന്നും മിണ്ടാ നിന്നേ. ഷോ തുടങ്ങിയിട്ട് അധികം നേരം ഇല്ല ഇല്ല, ഇപ്പൊ തുടങ്ങിയുള്ളൂ. ടെൻഷൻ സീനൊക്കെ കഴിഞ്ഞാണ്. വാ. ടെൻഷൻ മുഴുവൻ ബാക്കിയുള്ളവന്റെ നെഞ്ചിലാ. നമുക്കിനി ഇവിടെ നിൽക്കണ്ട. ഈ പടത്തിന്റെ റെപ്രസെന്റേറ്റീവ് അങ്ങനെ അങ്ങോട്ട് വന്നാൽ ആകെ കുഴപ്പമോ? വാ, നമുക്ക് അങ്ങോട്ടല്ല. അല്ലെങ്കിൽ നമുക്കിതും കൊണ്ട് മുങ്ങിയാലോ? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. സമയം വൈകുന്തോറും പുലിവാലാണ്. അവർ ഇക്ലിയൂട്ടും പെണ്ണിന്റെ പ്രിന്റ് അന്വേഷിച്ചു തുടങ്ങും. ഈ ഫിലിം പെട്ടിയും കൊണ്ട് ഇവിടുന്ന് എങ്ങനെ മുങ്ങും? അതാണിപ്പോ. നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. നീ എവിടെ പോകും? എന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ കൂടെ വരാം. ഞാനൊരു ചാക്കോ സഞ്ചോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. നേരെ ഇരുട്ടി കഴിഞ്ഞ് നമുക്ക് ഇത് മുഴുവൻ അതിന്റെ അകത്താക്കിയിട്ട് എങ്ങനെയെങ്കിലും പുറത്ത് കിടത്താം. എന്നാ ഒരു ലെതർ ബാഗ് സംഘടിപ്പിക്കുക. ഇത്രയും നോട്ടില്ലേ? കഥ അടച്ചോ. ഞാൻ വന്ന് 3 പ്രാവശ്യം മുട്ടിയിട്ട് തുറന്നാ മതി. അല്ല, അപ്പോ വേറെ ആരെങ്കിലും വന്ന് 3 പ്രാവശ്യം മുട്ടിയാലോ? എന്നാ ഞാൻ 4 പ്രാവശ്യം മുട്ടാ പോരെ? അത് മതി. 4 പ്രാവശ്യം ഒന്നും ഇക്കാലത്ത് ആരും മുട്ടാറില്ല. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ.